ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ മക്കളോട് അവിടെ സൗണ്ട് ഇട്ട് വരുമ്പോൾ വീട്ടിൽ വന്നാൽ സൗണ്ട് കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമുക്കിപ്പോൾ വിൻ്റർ സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവരുടെ ലിപ്പും ഡ്രൈ ആവാറുണ്ട് അല്ലേ. എൻ്റെതും മോളുടെയൊക്കെ ആവാറുണ്ട് കേട്ടോ. നമ്മളുടെ ഈ സീസൺ ആകുമ്പോൾ എല്ലാവരുടെ ലിപ്പിലും അധികം മിക്ക ആളുകളുടെയും ഞാൻ കാണാറുണ്ട്. അങ്ങനെ ലിപ്പ് ഡ്രൈ ആകുമ്പോൾ നമുക്കൊരു നല്ല ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതൊരു മിക്സിയിലോട്ട് മാറ്റി കൊടുത്ത് നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ബീട്രൂട്ടിൻ്റെ തൊലി തന്നെ കുറച്ച് ലിപ്പിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചുവന്ന കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ലിപ് ബാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഫൈനായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഫസ്റ്റ് അവർ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള സംഭവം ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ അതിൽ നിന്നും അതിൻ്റെ ലിക്വിഡ് എടുക്കുന്നത്, അതിൻ്റെ എസെൻസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈം. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. വിൻ്റർ സീസൺ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന്, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുമെങ്കിലും അതിൽ ഒരുപാട് കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ മോൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ളത് തന്നെ യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ ചൂടായത് ഞാൻ ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര വെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളം കുറച്ച് ആഡ് ചെയ്തിട്ടാണ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് ഫസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറലായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഫൈനലി നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെണ്ണ കയ്യിലുണ്ടെങ്കിൽ വെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ മിൽമയുടെ നെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 1 ടീസ്പൂണ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബീട്രൂട്ടിൻ്റെ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ. ചെറിയൊരു ഭാഗം അത് നല്ല ഹാർഡായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. പക്ഷേ വീഡിയോയിൽ എന്തോ ഇതിനൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. കാരണം ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഫൈനലി അവർക്ക് കിട്ടിയത് നല്ല ലിക്വിഡ് ആയിരുന്നു. എനിക്ക് കിട്ടിയത് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു പീസാണ് കേട്ടോ. പിന്നെ ഞാനത് മോൾഡയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവളതൊന്ന് ടച്ച് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ല. ചുണ്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. മോൾക്ക് ഇഷ്ടമായി. അത് അവൾക്കൊരു ലിപ്പിൽ കളറൊന്ന് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമായിട്ടോ. അവൾ പറഞ്ഞു ഇത് മതി മെച്ചി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ വീണ്ടും ഒരു യൂട്യൂബ് ചാനൽ തപ്പി നോക്കിട്ടോ. അതിനകത്തുനിന്ന് എനിക്ക് ഓൾറെഡി ഞാൻ 3 മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ബാക്കി ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് ഇതുപോലെ ഫുള്ള് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ജാറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ.
നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തറിയോ, അതിൻ്റെ ഗ്രേവി ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ നമുക്ക് ഇതിലതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മളിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം എനിക്ക് ഫ്ലോപ്പായി പോയി. അപ്പം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു വീണ്ടും ചെയ്യുന്നത്. ഇതും ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തതാണ്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇതെന്തായാലും സെറ്റ് ആകും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരു ബീട്രൂട്ട് വെച്ചിട്ടുണ്ടോ ആദ്യം കുറച്ച് കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട്. പിന്നെ ബാലൻസ് ഒരെണ്ണം ആയതോടുകൂടെ ഞാൻ ഒരെണ്ണം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇതേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീട്രൂട്ടിൻ്റെ. ഞാൻ നന്നായിട്ട് നെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ഒരു ബീട്രൂട്ടല്ലേ ഉള്ളൂ. ഇനി നമുക്ക് അതിൽ എസൻസ് കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നല്ല നെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ഇത്രയും ജ്യൂസാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിത് ചൂടാക്കാതെയാണ് പിഴിഞ്ഞെടുത്തത്. ഇനി നമുക്കിത് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഫസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് അത് കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ നല്ല വറ്റാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല കേട്ടോ. കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തിള വന്നതോടുകൂടെ പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഫുള്ള് വറ്റിക്കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ആ നമ്മൾ പറയില്ലേ സത്ത് പറയില്ലേ അത് കൂടിട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമ്മളുടെ ഫ്രൈ പാനിലുള്ള 4 ഭാഗങ്ങളിലൊക്കെ ഒന്ന് വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂട് കുറയുന്നതിന് മുൻപേ നമ്മൾ ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത് സെറ്റാകും എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് കിട്ടിയോണ്ടത് തന്നെ 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നത്. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഞാൻ കണ്ടിട്ടുള്ള യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഈ നെയ്യും മിൽമയുടെ നെയ്യും നമ്മളുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിന് മുൻപ് ഒരു ലിപ് ബാം നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ബോട്ടിൽ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലാസ്റ്റ് ഇതിൻ്റെ പരിവെന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം. ഫ്രീസറിലല്ല, നോർമൽ പ്ലേസിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പരീക്ഷണത്തിനായി ലിനുവിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ലിനു ഫസ്റ്റ് തൊട്ടപ്പോഴേ അവൾക്ക് ഇഷ്ടമായിട്ടില്ല. ഇതും ഫ്ലോപ്പായി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.